എല്ലാം കണ്ടിട്ട് ഐ വാസ് ജസ്റ്റ് ലൈക്ക് എനിക്ക് ഫുൾ ഗൂസ് ബംസ് ആയിരുന്നു. ശരിക്കും ചില്ലറക്കാരിയല്ല. അല്ല ഈ നൈറ്റ് ഷൂട്ടിന് ഉറങ്ങും വരുമ്പോൾ ഇങ്ങനെ അന്ന് 2 ചാട്ടം ചടിക്കുകയാണെങ്കിൽ 2 റൗണ്ട് ഓടിക്കും. ഉറക്കം വരാതിരിക്കാനല്ലേ? അമ്മാമ അങ്ങനെ വേണ്ടി വന്നാൽ ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും, വേണ്ടി വന്ന് ദേഷ്യപ്പെടും. ഓ അത് ശരി. വെൽക്കം ടു ടോക്ക് ടൈം. താങ്ക് യു. ഈ ഒരു സ്റ്റോറി, ഇങ്ങനെ ഒരു അമ്മ മകൻ ബോണ്ട് നമ്മൾ മുന്നേ തിയേറ്റേഴ്സിൽ കണ്ടിട്ടേ ഇല്ല. അപ്പൊ അത് ആക്ച്വലി അഭിനയിച്ച് അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോ എന്താ തോന്നിയേ? ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു. പ്രിവ്യൂ നൈറ്റിന് ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. FDFS കാണാന്നാ വിചാരിച്ചത്. ഓക്കെ. പക്ഷേ ക്ലൈമാക്സിന് മുന്നേ ഞങ്ങളെല്ലാവരെയും തിയേറ്ററിനുള്ളിൽ കയറ്റി. അപ്പോഴാണ് ഞാൻ എല്ലാം ഇങ്ങനെ ഒത്തു വന്നിട്ട് സുഷിൻ്റെ മ്യൂസിക്കും കുട്ടേട്ടൻ്റെ എഡിറ്റിങ്ങും ഇവൻ്റെ ഓടലും എല്ലാം കണ്ടിട്ട് ഐ വാസ് ജസ്റ്റ് ലൈക്ക് എനിക്ക് ഫുൾ ഗൂസ് ബംസ് ആയിരുന്നു. ഇറ്റ് വാസ് എൻ അമേസിങ് ഫീലിംഗ് യുനോ ആൻഡ് ബ്യൂട്ടിഫുള്ളി പോർട്രേഡ് ബൈ ദ ടെക്നീഷ്യൻസ്. സോ വെരി ഹാപ്പി. സന്തോഷമായി. ഓക്കെ, ഉറപ്പായിട്ട് സന്തോഷം ഉണ്ടാവും. എങ്ങനെയായിരുന്നു ആദിശേഷം എന്ന് പറയണോ പീക്കു എന്ന് പറയണോ? പീക്കു എന്ന് വിളിച്ചാൽ മതി. ഓക്കെ. പീക്കുന് എന്താ തോന്നിയ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ? സിനിമ കണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് സന്തോഷം തന്നെ. ആദ്യം ഞാൻ സ്കൂളിൽ വന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് TV ഒക്കെ കണ്ട് ഇരിക്കുമായിരുന്നു കിടക്കുക. അന്നേരം എൻ്റെ അമ്മ വന്നിട്ട് അനിമൽ ബേഴ്സിൻ്റെ ഡയറക്ടർ എനിക്ക് ഇത് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾ റെഡിയായി അങ്ങോട്ട് പോയി. പിന്നെ എന്നെ ആദ്യം കുറേ തവണ ഞാൻ തെറ്റിച്ചിട്ടു, പക്ഷേ ഇത് ഡയലോഗൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് ഒരുപാട് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത് ഇതാക്കിയപ്പോഴേക്കും ഞാൻ വന്നിട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടിപ്പോ സിനിമ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും എന്താ പറഞ്ഞു? ഇപ്പൊ സ്കൂളില് ഫ്രണ്ട്സും അതിലൊരുത്തൻ കണ്ടുകൊണ്ട് ദേവദത്ത് എന്ന പേര്, അവനെനിക്ക് വോയിസ് അയച്ചു, എടാ സൂപ്പറാണ് പടം എന്നൊക്കെ അവന് വോയിസ് അയച്ചപ്പോഴേക്കും ഞാനും താങ്ക് യു സോ മച്ച് ഇടാന്ന് അങ്ങോട്ട് വെച്ചു ദിവസം. സ്കൂളിലൊരു ഹീറോ ആയോ അപ്പൊ? സാറും ടീച്ചറൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ജിനാൻ എന്താ ഫീൽ ചെയ്തേ? ലൈക്ക് ഇപ്പൊ പടം ഇറങ്ങി ഫൈനൽ പ്രോഡക്റ്റ് കണ്ട ഒരു സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി. ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ ഞാൻ പ്രീമിയർ ഷോ പടം കണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ എല്ലാവരെയും വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കണ്ട് കുറേ നല്ല റിവ്യൂ വിളിച്ചു പറഞ്ഞ് കുറേ പേര് നേരിട്ട് വന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷം. സ്കൂളിലെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിലെ ഫ്രണ്ട്സ് എല്ലാവരും പടം കണ്ട് വിളിച്ച് അടിപൊളിയായിരുന്നു. കുറെ ഓഡിഷൻസ് നടന്ന സ്റ്റോറിയൊക്കെ ചിദംബരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ജിനാൻ ഈ സിനിമയിലേക്ക് ഒരു എൻട്രി നടത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ ഗണുച്ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാമില് സ്റ്റോറി കണ്ടിട്ടാണ് ഇതിലോട്ട് ചെല്ലണത്. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി കണ്ട് ഗണുച്ചേട്ടൻ്റെ നമ്പർ താഴത്തുണ്ട്. അപ്പം അതിലോട്ട് 1 മിനിറ്റിലെ വീഡിയോയും ഫോട്ടോയും ഞാൻ അപ്പം തന്നെ അത് 2 അയച്ചു കൊടുത്ത്. അപ്പം എന്നെ വിളിച്ചിട്ട് തേവരയിലാണ് പ്രൊഡക്ഷൻ ഹൗസ്, അപ്പം അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്ന്. ഫർസാനയുടെ സ്റ്റോറി എങ്ങനെയായിരുന്നു? ലൈക്ക് ചിദംബരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് ഓഡിഷൻ ചെയ്ത് ഫൈനലി ബോംബെ നിന്നാണ് ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നത് എന്ന്. ഹൗ വാസ് യുവർ എൻട്രി? ബോംബെയിലൊരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഗണപതി നോക്കുന്നുണ്ട്, ഹീസ് ലുക്കിംഗ് ഫോർ ആക്ടേഴ്സ്, വുഡ് യു ബി ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നേ തന്നെ എൻ്റെ ഉമ്മച്ചി എനിക്ക് ഈ കോള് അയച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ കണക്റ്റഡ് ദ ബോത്ത് ആൻഡ് ഐ തോട്ട് ഓക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അയക്കാം. അപ്പോൾ 2-3 ഫോട്ടോസും ഒരു ഇൻട്രോ വീഡിയോ അയച്ചു. അന്ന് രാത്രി എന്നെ ഗണപതി വിളിച്ചു, 2 സീൻസ് തന്നു. കൂടുതലൊന്നും പറഞ്ഞില്ല, ഇത് പെർഫോം ചെയ്ത് ടേപ്പ് അയക്കാൻ പറഞ്ഞു. അത് അയച്ചു. പിന്നെ 2 ആഴ്ച ഒന്നും കേട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്നെ കൊച്ചിയിലേക്ക് വിളിച്ചത്, ആദിശേഷനെ മീറ്റ് ചെയ്യാനും പിന്നെ ഞങ്ങളുടെ കെമിസ്ട്രി എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനും. അന്നായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. അല്ലടാ? കെമിസ്ട്രി എങ്ങനെയുണ്ട്? ഇപ്പോഴും നല്ല സ്ട്രോങ് അല്ലേ? ആദ്യമായിട്ട് ഫർസാന ചേച്ചീനെ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ ഇത് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഉമ്മ വയ്ക്കാനൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം അതൊന്നും ചെയ്തില്ല. ലാസ്റ്റ് അമ്മ അവിടെ നിന്ന് കരയുന്നിട്ട് അമ്മ ലാസ്റ്റ് പറഞ്ഞു എൻ്റെ സ്വന്തം അമ്മയെ പോലെ കണ്ട് മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് ആ ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി അന്ന്. കാരണം ആദ്യമായിട്ടല്ല ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടീനോട് ഇതാണെന്ന് എൻ്റെ അമ്മ, അവരുടെ മടിയിലിരിക്കുമോ, ഓക്കെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം, അമ്മയാണെന്ന് പറയൂ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ചെറിയ കുട്ടിക്ക് ഒരു
ഇത്തിരി ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും, ബട്ട് ഹി ഡിഡ് ഇറ്റ് സോ വെൽ. അത്രക്കും ലൈക്ക് ഓപ്പൺ ആയിട്ട് പേഷ്യൻ്റ് ആയിട്ട് എൻ്റെ കൂടെ ഞങ്ങളുടെ ടെസ്റ്റ് പെർഫോം ചെയ്തു. കാരണം അത് നന്നായിരുന്നില്ലെങ്കിൽ മേ ബി ഐ വുഡൻറ്റ് ബി ഹിയർ, യുനോ. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹിം. അവൻ എനിക്ക് ആ സ്പേസ് തന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം ഒരു പങ്കുണ്ട് എന്ന് പറയാം ആ ഒരു കെമിസ്ട്രി. സിനിമയൊക്കെ കണ്ടിട്ട് ഡയറക്ടർ സാർ എന്ത് പറയുന്നു? ഭയങ്കര ഹാപ്പിയാണ്. ഹീസ് വെരി പ്രൗഡ്. എന്താ ഞങ്ങൾ പുള്ളിയുടെ വർക്ക് ഈസി ആക്കി എന്നാണ് എന്നോട് ലാസ്റ്റ് ഡേ ആണ് പറഞ്ഞത്. അതിന് മുന്നേ എനിക്ക് അത്രക്കൊന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് ഡേ സിനിമ കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ ഡയറക്ടർ നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്തും? അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് ചിതു സാർ. ആണോ? ചെസ്സറിന് എനിക്കുണ്ടായി നല്ല സപ്പോർട്ടായിരുന്നു. ആണോ? അവൻ ഈ നൈറ്റ് ഷൂട്ടിന് കഴിഞ്ഞെങ്കിൽ ഉറങ്ങാൻ വരുമ്പോൾ ഇങ്ങനെ അന്ന് 2 ചാട്ടം ചടിക്കുകയാണെങ്കിൽ 2 റൗണ്ട് ഓടിക്കും. ഉറക്കം വരാതിരിക്കാനല്ലേ? ഞാൻ നന്നായിട്ട് അവനിക്കുമ്പോൾ എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുതരും. ആണോ? ഇല്ല മിഠായി ഇല്ല അല്ലെങ്കിൽ വലിയ കളിപ്പാട്ടമൊക്കെ കൊണ്ടുതരുമ്പോൾ അവർ മിഠായി എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമായി കിൻഡറുമാണ്. അതുകൊണ്ട് തരുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ ഈ ബസ്സിലൊക്കെ കിട്ടും, അത് വെച്ച് കളിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഒരു സീൻ നന്നായി കഴിഞ്ഞാൽ കൊണ്ടുതരും. അല്ല, ഇറ്റ്സ് ട്രൂ. ഒരു കുറേ കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും. യുനോ കിൻഡർ എഗ് ആണ് മെയിൻ സാധനം. ഇപ്പൊ ഞാൻ എവിടെ പോയാലും അത് കണ്ടാലും ഞാൻ ഇവനെയാണ് ആലോചിക്കുന്നത്. ശരി, ഓക്കെ. പിന്നെ ഇപ്പോ സിനാന്റെ ഡയലോഗ് ഡെലിവറിയാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പറയണേ. അത് വേറെ ലെവലായിരുന്നു സിനാന്റെ ഡയലോഗ് ഡെലിവറി. അപ്പോൾ ശരിക്കും ഭയങ്കര ഒരു ദേഷ്യക്കാരനാണോ? ഞാൻ പാവാന്നൊക്കെ ഇന്റർവ്യൂവിൽ അത് ഭയങ്കര അമ്മാമ അങ്ങനെയാ. അമ്മാമ്മ അങ്ങനെ തന്നെയാണ് അല്ലേ? ആ, ഓക്കെ. വേണ്ടി വന്നാ ചിലപ്പോ ഹാപ്പി ആയിട്ടിരിക്കും, വേണ്ടി വന്ന് ദേഷ്യപ്പെടും. ഓ, അത് ശരി. അമ്മാമ്മയായിട്ടുള്ള സീൻസും ആ ഒരു വീടും അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഹൗ വാസ് ഇറ്റ് ആക്ടിങ് വിത്ത് ഡോളി ജൂൺ? ഷി വാസ് എ ബോൾ ഓഫ് എനർജി. ഇവൻ പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടർ തന്നെയാണ് അമ്മാമ്മ. ഭയങ്കര ലൈവ്ലി ആയിരുന്നു സെറ്റിൽ. വയനാട്ടിലായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്, ഹൗസ് സീക്വൻസ്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല, കാരണം റേഞ്ച് ഇല്ല, അവിടുന്ന് പുറത്തേക്ക് പോകാനും പറ്റില്ല, കാടാണ്. അപ്പോൾ എല്ലാവരും ആ കൊച്ചു വീട്ടിലായിരുന്നു എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഡോളിയമ്മ ഉള്ള സമയത്ത് ഞങ്ങൾ അവരുടെ റൂമിൽ എല്ലാവരും ലൈനിൽ ഇങ്ങനെ നിൽക്കും കൈ വായിക്കാൻ. പുള്ളി കൈ വായിക്കും, ഫേസ് വായിക്കും, മുഖം വായിക്കും, പിന്നെ ഫ്യൂച്ചറും പാസ്റ്റൊക്കെ പ്രെഡിക്റ്റ് ചെയ്യും. ആ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് പുള്ളിക്ക്, എല്ലാം അറിയാം. ലൈക്ക് ഷീ ക്യാൻ ഗെറ്റ് എനിത്തിങ് ഔട്ട് ഓഫ് യു അങ്ങനെ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കുറേ സ്റ്റോറീസ് എല്ലാവരെയും പറ്റിയിട്ട് കുറേ കിട്ടി. ഇറ്റ് വാസ് അമേസിങ് ഫൺ വർക്കിംഗ് വിത്ത്. അപ്പോൾ ശരിക്കും ചില്ലറക്കാരിയല്ല. അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും ഒരു ടഫസ്റ്റ് പാർട്ടായിട്ട് ഫീൽ ചെയ്തത് എന്തായിരുന്നു? എനിക്കെന്ന് പറഞ്ഞാൽ ഇവനോട് ദേഷ്യപ്പെടുന്ന സീൻസ് എനിക്ക് ആക്ച്വലി ഇത്തിരി ടഫായിരുന്നു. ഞാൻ യൂഷ്വലി അങ്ങനെ ഷൗട്ട് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എസ്പെഷ്യലി ഈ മുഖം നോക്കി ഐ കുഡന്റ്. സോ ദാറ്റ് വാസ് എ ബിറ്റ് ഹാർഡ് ഫോർ മീ. ഓക്കെ. സിനാൻ എന്തായിരുന്നു ടഫായിട്ട് ഫീൽ ചെയ്തത്? ഡയലോഗ് ഡെലിവറി ആണോ? എനിക്ക് ടഫായിട്ട് ഫീൽ ചെയ്തത് ഓട്ടോ ആയിരുന്നു. എത്ര ഓടി? കുറച്ച് ഓടി. ആണോ? നല്ല സ്പീഡിൽ തന്നെയാണോ ഓടിയേ? ആ, മാക്സിമം സ്പീഡിലാണ് ഓടിയത്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ട് ഇപ്പോൾ ഒരു സെറ്റൊക്കെ കാണുന്ന സമയത്ത് അവിടുത്തെ പരിപാടികൾ മനസ്സിലാവുമ്പോൾ? ഇപ്പം നമ്മളിപ്പോൾ സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു പിക്ചർ ഉണ്ടായിരിക്കില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യണത് എന്ന്. പക്ഷെ അത് കഴിഞ്ഞ് ശരിക്കും ഒരു സെറ്റിലേക്ക് വന്നപ്പോൾ, സെറ്റിലോട്ട് വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് ആണല്ലോ, അടിപൊളിയായിരുന്നു എല്ലാവരും കണ്ടപ്പോഴൊക്കെ. എന്തെങ്കിലും ഒരു കാര്യം ഓ ഇതിങ്ങനെയായിരുന്നോ എന്നുള്ള പോലെ തോന്നിയിരുന്നോ? ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ്. പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ടോവിനോക്കളുടെ കൂടെ സൂപ്പർ ആയിരുന്നു. ആണോ? പുള്ളി എന്തെങ്കിലും ടിപ്പൊക്കെ പറഞ്ഞു തന്നോ? അത് എങ്ങനെ ചെയ്താൽ മതി എന്നുള്ള പോലെ? തെറ്റിക്കുമ്പോണ്ടല്ലോ ഞാൻ ചേട്ടായോട് പറയുന്ന പോലെ തന്നെ എന്നോടും ചിലതൊക്കെ പറഞ്ഞു. എടാ നീ പെട്ടെന്ന് ഞാൻ കരയുന്ന പോലെ ആക്കാൻ, അല്ലെങ്കിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്തു എനിക്ക്. പക്ഷേ ഈ ഞാൻ ചേട്ടൻ അടിച്ച് തള്ളത്തില്ല, അത് കണ്ടപ്പോഴേക്കും എനിക്ക് വിഷമം വന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് നടന്നു. സിനാൻ എങ്ങനെയുണ്ടായിരുന്നു ടോവിനോ ആയിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ? അടിപൊളിയായിരുന്നു. ടോയ്ച്ചേട്ടൻ ടോയ്ച്ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീൻ ഇപ്പം തെറ്റിക്കഴിഞ്ഞാലും ടോയ്ച്ചേട്ടൻ പറയും അത് കുഴപ്പമില്ല, നമുക്ക് ഒരു വട്ടം കൂടിയും ചെയ്യാം, എത്ര ടൈം എടുത്തിട്ടായാലും ചെയ്തോ ശരിയാകുമെന്ന് ടോയ്ച്ചേട്ടൻ പറയുമ്പോൾ അപ്പോൾ ഒരു
അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ ഇതിലത്തെ ഒരു മെയിൻ പോലീസുകാരൻ പവിത്രൻ, നമ്മുടെ ജീൻ പോൾ, പുള്ളിക്കും ഇതിനകത്ത് ഭയങ്കര ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയാണ് ആളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ കൂടെ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നിട്ടുണ്ട്. മറ്റേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത് നിൽക്കുന്ന സീനില്ലേ, ആ അത് കഴിയുമ്പോഴേക്കും ഞാൻ ശരിക്കും ഇത് അവിടെ ഓടി നടക്കും. ചിലർത്തൊക്കെ ഇതുപോലെ ശരിക്കും പാത്തിരിക്കും. അതൊക്കെ ശരിക്കും ഹൈഡ് ആൻഡ് സീക്ക് ആയിരുന്നോ? സിനാനാണെന്നുണ്ടെങ്കിലോ? ജീൻ ചേട്ടൻ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കമ്പനി ആയിരുന്നു. ഇപ്പോൾ സെറ്റി കണ്ടാലും അടിപൊളിയായിട്ട്. ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞാലും ഇപ്പോൾ എനിക്ക് ജീൻ ചേട്ടനായിട്ട് അഭിനയിച്ച കുറച്ച് സീൻ കുറച്ച് ടഫായിട്ട് തോന്നി. പക്ഷേ ജീൻ ചേട്ടനായാലും അടിപൊളിയായിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ശരിയാകും. ജീൻ ചേട്ടനും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ സീനൊക്കെ കുറച്ച് ടഫായിരുന്നു. ദൃശ്യം 3 നമ്മൾ ജോർജ് കുട്ടി, അതായത് എൻറ്റയർ ദൃശ്യം ഫ്രാഞ്ചൈസിൽ നമ്മൾ ജോർജ് കുട്ടീനെ കാണുന്നത് ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അച്ഛനായിട്ടാണ്. ആൻഡ് ദൃശ്യം 3 അത് ഒരു വേറെ ലെവലിലാണ് നമ്മൾ കണ്ടത്. അതേപോലെ ഇവിടെ ഒരു അമ്മയാണ്, എന്തും ചെയ്യുന്ന ഒരു അമ്മ. അപ്പോൾ ഇപ്പൊ ജോർജ് കുട്ടിയും അതേപോലെ ബാലനിലെ അമ്മയും തമ്മിലൊരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ അയ്യോ അത് ഞാൻ ലാലേട്ടൻ തന്നെ കൊടുക്കും. ആണോ? എന്താ തോന്നണം, ആരാ ജയിക്കുക? എനിക്ക് തോന്നുന്നു ലാലേട്ടൻ. ആണോ? എല്ലാ 3 വോട്ടും ലാലേട്ടനാണോ? അവിടെ കമ്പാരിസൺ ഇല്ല, നോ കമ്പാരിസൺ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ കുറെ തിയറീസ് വരുന്നുണ്ട്. ഇത് മദർഹുഡിന്റെ ഇന്ന വേർഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഹു പെർഫോംഡ് ദി മദേഴ്സ് റോൾ, വാട്ട് ഡു യു ഫീൽ? I feel like it is exactly what everyone's been saying. ഒരു മദർഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലല്ലോ, അതിലും ഉണ്ട് ഗ്രേ. നമ്മൾ ഇത് നല്ല അമ്മ ചീത്ത അമ്മ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരമ്മയാണെങ്കിൽ അവർക്കും കുറേ ലേയേഴ്സ് ഉണ്ടാവും. അവരൊരു വെൻ ദേ ബിക്കം എ മദർ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ സ്വന്തം ചൈൽഡ്ഹുഡും അവരുടെ സ്വന്തം എക്സ്പീരിയൻസസും പാസ്റ്റുമാണ്. ഈ അമ്മയ്ക്ക് അവർക്ക് തന്ന കുറച്ച് കാർഡ്സ് ഉണ്ട്. ആ കാർഡ്സ് കൊണ്ട് മാത്രമാണ് ഷീസ് ട്രൈയിങ് ആസ് മച്ച് ഷീ ക്യാൻ, എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ വളർത്തി നന്നായിട്ട് വളർത്തണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ അവൾക്കറിയില്ലല്ലോ, അവൾക്ക് ഇത്തിരി ഓപ്ഷൻസേ ഉള്ളൂ, അവൾ അത്രക്ക് പ്രിവിലേജ്ഡ് അല്ല. സോ ഐ ഫുള്ളി റെസ്പെക്റ്റ് ഇറ്റ്. ഞാൻ ഫർസാനയായിട്ട് ഞാൻ അമ്മേനെ നോക്കുമ്പോൾ യെസ്, ഡെഫിനറ്റ്ലി എ ഗ്രേ ക്യാരക്ടറാണ്. ഇൻ എ ലോട്ട് ഓഫ് വേസ് ഷീ കുഡ് ഹവ് ഡൺ തിങ്സ് ഡിഫറെൻ്റ്ലി എന്ന് തോന്നിക്കാം. പക്ഷേ എനിക്ക് അമ്മേനെ ശരിക്കും അറിയുന്ന കാരണം ഐ വിൽ സ്റ്റിൽ സ്റ്റാൻഡ് അപ്പ് ഫോർ ഹർ. അവൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവളെല്ലാം അവളുടെ മകന് വേണ്ടി ചെയ്തു. പക്ഷെ അതേസമയം ഇതൊരു ടോക്സിക് പാരന്റിങ്ങിന്റെ ട്രാക്കിൽ പോകുന്നുണ്ടോ എന്നൊരു ഡിസ്കഷനും നടക്കുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി അല്ലേ. കാരണം അവളുടെ മനസ്സിലോ ഇവള് കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാണ്, പ്രൊട്ടക്ടിങ് ഫ്രം എവ്രി വൺ എൽസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് ടോക്സിക് ആണ്. കാരണം അവള് പറയുന്ന പേര് മാത്രമാണ് അവൻ്റെ സ്വന്തം പേര് പോലും അറിയില്ല. അവള് ഡിസൈഡ് ചെയ്യുന്ന സ്റ്റോറീസാണ് അവൻ അറിയുള്ളൂ. എന്താണ് ആ പ്രൊട്ടക്ഷൻ എങ്ങനെയോ ഒരു സഫക്കേറ്റിംഗ് ആയ രീതിയിലാണ് എനിക്കും തോന്നിയത് ഇൻ എ ലോട്ട് ഓഫ് പ്ലേസസ്. ഓക്കെ. അപ്പൊ ശരിക്കും ബാലൻ താക്കോൽ അന്വേഷിച്ച് പോയി എത്തുന്ന നീർക്കോലി ആരാണ്? അത് എനിക്ക് പറയാൻ പറ്റില്ല. ഐ തിങ്ക് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദി ഓഡിയൻസ് മെമ്പേഴ്സ്, ദാറ്റ് ഡിപെൻഡ്സ് ഓൺ യു. വാട്ട് ഡു യു തിങ്ക്? ഓക്കെ. അതെ, ഇപ്പൊ കുറെ പേർക്ക് അത് അമ്മയാണ്, കുറെ പേർക്ക് അതൊരു ഭ്രാന്തിയാണ്, കുറെ പേർക്ക് അത് പവിത്രനാണ്. അതെ അബ്സല്യൂട്ട്ലി, കുഡ് ബി എനിത്തിങ്. ഈ അമ്മയും ബാലനും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. വൈ അതും അഗൈൻ ഇറ്റ്സ് അപ് ടു യു. വാട്ട് ഡു യു തിങ്ക്? ആക്ച്വലി ഐ വുഡ് ലൈക്ക് ടു നോ, വാട്ട് ഡു യു തിങ്ക്? എന്തിനാണ് അവര്, അതായത് അതിൽ പറയുന്ന ഒരു ഉപമ ഉണ്ടല്ലോ, ലൈക്ക് ഒരു രാജകുമാരി ആയിരുന്നു, ഒരു രാക്ഷസന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്നതാണ് എന്നുള്ളത്. അപ്പൊ ചിലപ്പോ ഓടുന്നത് ആ രാക്ഷസന്റെ അറിയാവുന്ന ആരുടെങ്കിലും അടുത്തുനിന്നായിരിക്കാം. ഗ്രേറ്റ്ലി സെഡ്. അത് ആൻഡ് സംഹൗ ഞാൻ സിനിമ കാണുമ്പോഴാണ് ഐ ഫീൽ ലൈക്ക് ജിത്തു ഹാസ് റിട്ടൺ ഇറ്റ് സോ എന്താ പറയുക ക്ലെവർലി. കാരണം ഞാൻ സ്റ്റോറി പറഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മമ്മ പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് പുളുവാണെന്ന്. ദാറ്റ്സ് ഓൾസോ, അത് നമ്മുടെ മനസ്സിൽ കയറിയില്ലേ, അതും ഞാൻ സിനിമ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ദിസ് കുഡ് ഓൾസോ ബി സംതിങ്. അങ്ങനെ കുറേ എന്താ പറയാ ഈസ്റ്റർ എഗ്സ് ഉണ്ട് സിനിമയിൽ. ഓക്കെ. അമ്മൂമ്മയായിട്ടുള്ള ആ ഒരു അഭിനയിക്കുന്ന മൊമെന്റിൽ എന്തെങ്കിലും ഓർമ്മ ഉള്ള ഒരു മെമ്മറി ഉണ്ടോ? ആ തോക്ക് സീൻസ് ഭയങ്കര ഉഗ്രനായിരുന്നു. ഞങ്ങൾക്ക് തോക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചിരുന്നത്. പിന്നെ പുള്ളിയുടെ ആ മറ്റേ വീൽ ചെയർ സീക്വൻസ്, അത് അമ്മ തന്നെയാണ് ചെയ്തത്. ഐ ഡോണ്ട് നോ ഹൗ ഷീ ഡിഡ് ഇറ്റ്. ഷീ വാസ് ഇൻക്രെഡിബിൾ.
അതായിരുന്നു എൻ്റെ മെയിൻ ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സീക്വൻസസ് ഓഫ് ഹേഴ്സ്. പീക്കു തോക്കൊക്കെ കയ്യിലെടുത്തുവോ? ഉം. എടുത്തു, പക്ഷെ കൈ ഒതുങ്ങുന്നില്ല, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ശരിക്കുള്ള തോക്കാണോ അത്? ആ ആണോ? ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ അത് എങ്ങനെയാ അതിന്റെ ഓപ്പറേഷൻ? ഇവരൊക്കെ പൊക്കുന്നുണ്ട്, ഞാൻ ആദ്യം വിചാരിച്ച് വെയിറ്റ് ഒന്നും കാണില്ലെന്ന്. ഞാനടുത്ത് പൊക്കിയപ്പോഴേക്കും ആനക്കുട്ടിയെ പൊക്കിയതുപോലെ. അയ്യോ, ഇതിന്റെ പോസ്റ്റർ വന്നപ്പോ ഇങ്ങനെ പൂക്കളൊക്കെ ഉള്ള ഒരു കുട്ടികളുടെ ചിത്രം, ഒരു ഫീൽ ഗുഡ് പടം എന്നുള്ള ഒരു ഇതായിരുന്നു. ആൻഡ് ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോ കുറച്ചൊരു ജോണർ ഷിഫ്റ്റ് നടന്നു, കുറച്ച് ജോണർഷിപ്പ് നടന്നു. കുറച്ചധികം. അത് കഴിഞ്ഞ് പടം കണ്ടു കഴിഞ്ഞപ്പോ വീണ്ടും ജോണർ മാറിയ പോലെ തന്നെയാണ്. ഫൈനലി ഇപ്പോ എന്ത് ജോണർ പടമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? I think easily in easy words mother and son story അത്രേ പറയാനുള്ള. ഐ തിങ്ക് ഇറ്റ്സ് എന്ത് ഐ മീൻ അതിൽ എല്ലാം ഉണ്ട്. കുറച്ച് ത്രില്ലിങ് സാധനങ്ങളുണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് ഡ്രാമ ഉണ്ട്. എന്തായാലും മദർ സൺ എന്ന് പറയുമ്പോൾ അത് ആർക്ക് ഏത് മദർ സൺ ആയാലും അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ മദർ സൺ ജോൺറ. ഓക്കെ, ഇങ്ങനെ ഒരു ജോണർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതെ.